ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ്. മെയിനായിട്ട് 3 കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമുക്ക് നോക്കാനുള്ളത്. 1 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, 2 എലിമിനേഷൻ റിയാക്ഷൻ, 3 റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഓക്കെ, ഇത്രയാണ് ഹാലോ ആൽക്കീൻസിൻ്റെ മേജർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ഒന്നാമത്തെയാണ് എന്ത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്കൊരു ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ന്യൂക്ലിയോഫൈൽ മീൻസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീഷ്യസ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷ്യസിനെ നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്നും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷ്യസിനെ ഇലക്ട്രോഫൈൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ച് OH- പോലെയുള്ള ന്യൂക്ലിയോഫിലിക് റിയേജൻസിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 2 മെക്കാനിസം വഴിയായിട്ടാണ് നടക്കുന്നത്. SN2ഉം SN1ഉം. SN2 എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ അത് ബൈമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. SN1 യൂണിമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഓക്കെ, ദെൻ SN2 ഏറ്റവും കൂടുതൽ അണ്ടർഗോ ചെയ്യുന്നത് പ്രൈമറിയാണ്. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ് SN2 അണ്ടർഗോ ചെയ്യുന്നത്. അതായത് SN2 മെക്കാനിസം പ്രൈമറിയാണ് ഏറ്റവും കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടെർഷ്യറിക്ക് ഈ മെത്തേഡ് ആപ്റ്റല്ല. അതുകൊണ്ടാണ് അവർ SN1 എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. SN1ൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറാണ്. ടെർഷ്യറി മോർ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി മോർ ഗ്രേറ്റർ ദാൻ പ്രൈമറിയാണ് SN1 അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മെക്കാനിസം വഴി നമുക്കിതിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം SN2 എക്സ്പ്ലെയിൻ ചെയ്യാം. SN2ൽ ഞാൻ പ്രൈമറി എടുക്കുകയാണ്. പ്രൈമറി ആയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് CH3Cl ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഒരു കാർബണിൽ നിന്ന് 3 ഹൈഡ്രജൻ ആറ്റംസ്, ഒരു ക്ലോറിൻ ആറ്റം. ഇതിലേക്ക് നമ്മൾ OH- സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ OHന് ഇതുവഴി വരാൻ പറ്റില്ല, കാരണം അവിടെ ക്ലോറിൻ ഉള്ളത് കൊണ്ട് ഇതുവഴിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കില്ല. അപ്പോൾ ക്ലോറിൻ, അതായത് ഹാലജൻസും ഇലക്ട്രോൺ റിച്ച് ആണ്, അതും ഒരു ന്യൂക്ലിയോഫൈലാണ്. സോ അതുകൊണ്ട് ഹാലജൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ആര് അറ്റാക്ക് ചെയ്യുന്നത്, ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ OH കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതും ക്ലോറിൻ കാർബണായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതും ഒരുമിച്ചാണ്. ഓക്കെ, ഇതൊരു അഡീഷൻ പ്രൊഡക്റ്റാണ്, നമുക്കിതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ഇവിടുന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്ത് റിലീസ് ചെയ്ത് പോകുന്നു. OH ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു, OH ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഓക്കെ, നമുക്കിവിടെ ഒരൊറ്റ സ്റ്റെപ്പിലൂടെയാണ് റിയാക്ഷൻ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ SN2 എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഓൾറെഡി നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. ബൈമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. പ്രൈമറി മോർ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ദാൻ ടെർഷ്യറിയാണ് അണ്ടർഗോ ചെയ്യുന്നത്. ദെൻ നമ്മളൊരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു. എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് സിംഗിൾ സ്റ്റെപ്പിലൂടെയാണ്. ആൻഡ് ഇതിന് ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഒരു അഡീഷൻ പ്രൊഡക്റ്റാണ്, അതിന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് അതിൻ്റെ പ്രത്യേകത നോ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോംഡ്. SN2ൽ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റിൻ്റെയും സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ക്ലോറിൻ എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ഇൻവേർട്ടഡ് അംബ്രല്ല കോൺഫിഗറേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ 100% ഇൻവേർഷൻ ഓഫ് ദി കോൺഫിഗറേഷൻ ടേക്സ് പ്ലേസ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് SN2ൻ്റെ പോയിൻറ്റ്സ് ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് എ ബൈമോളിക്കുലാർ റിയാക്ഷനാണ്. അതുപോലെ തന്നെ പ്രൈമറി മോർ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി മോർ ഗ്രേറ്റർ ദാൻ ടെർഷ്യറിയാണ് അണ്ടർഗോ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് താഴെയായിട്ട് കൊടുക്കുക സിംഗിൾ സ്റ്റെപ്പാണ്, നോ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോംഡ് ആൻഡ് 100% ഇൻവേർഷൻ ഓഫ് ദ കോൺഫിഗറേഷൻ ടേക്സ് പ്ലേസ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്ഷനിൽ ഹാലോ ആൽക്കീൻസിൻ്റെയും അതുപോലെ തന്നെ OH- ന്യൂക്ലിയോഫൈലിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്. This reaction follows second order kinetics.
അത്രയും പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ SN2 കുറിച്ചുള്ള എക്സ്പ്ലനേഷനായി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആർക്ക് വരുന്നത്, SN1 വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു SN1 യൂണിമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ടെർഷ്യറി മോർ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി, മോർ ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ടെർഷ്യറി ആയിട്ടുള്ളൊരു ഹാലജനെ ചൂസ് ചെയ്തു. അതായത് ഇങ്ങനെ കാർബണിൽ നിന്ന് 3 R ഗ്രൂപ്പുകൾ CH3, 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 Cl. ഓക്കെ, സോ ഇതിലേക്ക് നമ്മൾ ന്യൂക്ലിയർ ഫയലിനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതുവഴി ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഹാലജൻ ഉള്ളതുകൊണ്ട് ഹാലജൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് റിപ്പൽ ചെയ്യും. ദെൻ നമ്മൾ ഈ പുറകു വഴി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് ഓപ്പോസിറ്റ് സൈഡിലൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ നേരത്തെ നമുക്ക് H ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് CH3 ആൽക്കൈൽ ഗ്രൂപ്പുകളാണുള്ളത്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഹൈഡ്രജനേക്കാളും ബൾക്കി ഗ്രൂപ്പ് ആയതുകൊണ്ട് സ്റ്റെറിക് ഹിൻഡ്രൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കതിനെ പുറകിലൂടെയും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് SN1 എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാലജനായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഈ കാർബൺ ഹാലജൻ ബോണ്ടിലെ ഇലക്ട്രോൺസിന് മുഴുവനായിട്ട് ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അത് Cl- ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവും. ആൻഡ് യു വിൽ ഗെറ്റ് എ കാർബോകാറ്റയോൺ. പോസിറ്റീവ് ചാർജ് വരുന്നതുകൊണ്ടാണ് ഇതിന് കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ +1 ടോപ്പിക്കിൽ പറയുന്നുണ്ട് ടെർഷ്യറി കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി. ഓക്കെ, സോ അതുകൊണ്ടാണ് ടെർഷ്യറി ഈ മെക്കാനിസം ചൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ കാർബോകാറ്റയോൺ ഫോം ചെയ്തതിന് ശേഷം, അതായത് C+CH3 കാർബോകാറ്റയോൺ ഫോം ചെയ്തതിന് ശേഷം നമുക്ക് 2 തരത്തിൽ OH ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ OH ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ OH റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ ലെഫ്റ്റിലൂടെയാണ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ OH ഇവിടെ അറ്റാച്ച് ആവുന്നു, 3 ബൾക്കി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ദെൻ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് OH വരുന്നതെന്നുണ്ടെങ്കിൽ OH CH3 അപ്പുറത്തെ സൈഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് 2 പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഈ 2 പ്രൊഡക്റ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. സോ ആദ്യത്തേതിൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് OH വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ പ്രൊഡക്റ്റിലും റൈറ്റ് സൈഡിലാണ് OH വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫിഗർ, റിയാക്ടൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺഫിഗറേഷൻ സെയിം ആണ്. സോ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് റീടെൻഷനാണ്, അതായത് റീറ്റെൻറ്റഡ് ദ സെയിം ഫിഗർ. അതേസമയം നമ്മൾ ആദ്യം എഴുതിയ പ്രൊഡക്റ്റിലും OH വന്നിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. എന്ന് വെച്ചാൽ റിയാക്ടൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഓഫ് ദ കോൺഫിഗറേഷൻ ടേക്സ് പ്ലേസ്. കോൺഫിഗറേഷൻ ഇൻവേർട്ടഡ് ആണ്, അവിടെ ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ SN1 മെക്കാനിസം വഴി പോകുമ്പോൾ ഹാഫ് ഇൻവേർട്ടഡ് ആൻഡ് ഹാഫ് റീറ്റൻറ്റഡ് ആയിട്ടുള്ള മിക്സ്ചറാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിമിക് മിക്സ്ചർ. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റെസിമൈസേഷൻ. അപ്പോൾ റെസിമിക് മിക്സ്ചർ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റെപ്പ്, ഇത് 2 സ്റ്റെപ്പ് വഴിയായിട്ടാണ് നടക്കുന്നത്. SN2 സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരുന്നു, ഇത് 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഓക്കെ, സോ അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്, 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ദെൻ SN2 നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തിരുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ഫോംഡ്, അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ദെൻ ഇവിടെ നമ്മുടെ സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്ലോ സ്റ്റെപ്പിൽ ഒരേ ഒരു റിയേജൻറ്റേ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് നമുക്കിതിനെ ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് മേജർ ഡിഫറൻസ് വരുന്നത് SN1 SN2 തമ്മിലുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് തന്നിട്ട് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി കോമ്പൗണ്ട്സ് തന്നിട്ട് ഇതിൽ ആരാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് SN1 SN2 അണ്ടർഗോ ചെയ്യുന്നതെന്നും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്.